ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. പ്രത്യക്ഷീകരണ കപ്പേളകൾ. കബറിടപ്പള്ളിയുടെ കബറിടം കഴിഞ്ഞുള്ള ഭാഗം മറുവശം ഫ്രാൻസിസ്കൻസിൻ്റേതാണ്. അവിടേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ കപ്പേള മഗ്ദലന മറിയത്തിൻ്റെ നാമത്തിലുള്ളതാണ്. തോട്ടത്തിൻ്റെ ഭാഗത്ത് കർത്താവിനെ കാത്തിരുന്ന മഗ്ദലന മറിയം തോട്ടക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ്റെ ശരീരം നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന മഗ്ദലന മറിയത്തെ ഓർക്കുന്ന കപ്പേള. അവിടെയുള്ള വെങ്കല ശില്പം മർത്തീനി തീർത്തതാണ്. അതിൻ്റെ മറുവശത്ത് കുമ്പസാരക്കൂടുകളാണ്. തിരിച്ചറിയലിൻ്റെ തിരിച്ചു നടക്കലിൻ്റെ സ്ഥലം. അവിടെ നിന്ന് നേരെ ചെന്ന് കയറുന്നത് ഫ്രാൻസിസ്കൻ കപ്പേളയാണ്. സക്രാരി ഇരിക്കുന്ന സ്ഥലം, വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. ഈ പള്ളി പരിശുദ്ധ അമ്മയ്ക്ക് ഉത്തിതൻ പ്രത്യക്ഷപ്പെടുന്നതിന് ഓർക്കുന്ന പള്ളിയാണ്. ഈ സ്ഥലം സുവിശേഷങ്ങളിലില്ല, പാരമ്പര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫ്രാൻസിസ്കൻസ് ദൈനംദിന പ്രാർത്ഥനകൾ നടത്തുന്ന ഇടം, തീർത്ഥാടകർ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് കയറുന്ന ഇടം, അവിടുത്തെ നടുക്കുള്ള സക്രാരി ലോകത്തെ മുഴുവൻ ചിത്രീകരിച്ചുകൊണ്ട് ഗ്ലോബാണ് വെച്ചിരിക്കുക. അതിൻ്റെ ഇടത് സൈഡിൽ ബരേത്ത തീർത്ത വെങ്കല ശില്പം, ഉത്തിതൻ തൻ്റെ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗം. വലതുവശത്തേക്ക് കടന്നാൽ ചമ്മട്ടിയടിയുടെ തൂണിൻ്റെ ഒരു കഷ്ണമാണ് അവിടെ ഇരിക്കുക. 4-ാം നൂറ്റാണ്ടിൽ സിയോൻ കുന്നിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ തൂണിൻ്റെ കഷ്ണം 10-ാം നൂറ്റാണ്ട് മുതൽ കബറിടപ്പള്ളിയിലാണ് കാണുക. അതിന്ന് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ചുമരുകളിലെ കുരിശിൻ്റെ വഴി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. അതും മർത്തീനി തന്നെ തീർത്ത വെങ്കല ശില്പങ്ങളാണ്. ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള കവാടം സങ്കീർത്തിയാണ്. സങ്കീർത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ ചില്ലിട്ട അലമാരയിലെ ഗോഡ്ഫ്രീ ഓഫ് ബുള്ളിയോൻ്റെ വാള്, കുതിമുള്ളുകൾ എടുത്തു വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നൈറ്റ്സ് ഓഫ് ഹോളി സെപ്പുൾക്കർ അവരുടെ സ്ഥാനാരോഹണത്തിന് കൊടുക്കുന്നത് ഈ കുതിമുള്ളുകളും വാളും നെഞ്ചിലിടുന്ന കുരിശുമാണ്. ഈ സങ്കീർത്തിയുടെ ഉള്ളിലേക്ക് കടന്ന് പിന്നിലേക്ക് പോയാൽ ഫ്രാൻസിസ്കൻസിൻ്റെ ആശ്രമമാണ്. 1800-കളിൽ ഫ്രാൻസ് യോസഫ് ഒന്നാമൻ, ഓസ്ട്രിയൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. അതിൻ്റെ ഏറ്റവും പിന്നിൽ ചെന്നാൽ കുരിശുദ്ധ കാലഘട്ടത്തിലെ ഒരു കപ്പേളയുണ്ട്. ടൂറിനിലെ കച്ചയുടെ ഒറിജിനൽ മാതൃകകൾ 3 ഉണ്ടാക്കിയതിൽ ഒരെണ്ണം വെച്ചിരിക്കുന്നത് ഈ കപ്പേളയിലാണ്. നമ്മളിവിടെ ഓർക്കുന്നത് മഗ്ദലന മറിയത്തിനും പരിശുദ്ധ അമ്മയ്ക്കുമൊക്കെ ഉത്തിതൻ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളാണ്. നൂറ്റാണ്ടുകളായിട്ട് ക്രൈസ്തവരുടെ പ്രാർത്ഥനകൾ ഉയർന്ന ഇടം, സക്രാരി ഇരിക്കുന്ന ഇടം നമ്മളെയും ഓർമ്മിപ്പിക്കുക. നമ്മൾ ഈ വലിയ ആഴ്ചയിൽ പ്രാർത്ഥനാ നിരതമായിട്ടുള്ള ഒരു മനസ്സും ഹൃദയവുമായിട്ട് വ്യാപരിക്കാനാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.